പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വിശുദ്ധ പകൽക്കാലം ദൈവത്തെ ആരാധിച്ചു മഹത്വപ്പെടുത്തുവാൻ സർവശക്തനായ ദൈവം സഹായിച്ച വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇന്ന് വചനചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വാക്യം വായിക്കാം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40-ാം അധ്യായം 31-ാം വാക്യം. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. സ്തോത്രം. വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് നമുക്ക് വായിക്കുവാൻ കഴിഞ്ഞത് യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും എന്നാണ്. വചനത്തിൽ കൂടെ വളരെ വ്യക്തമായി നമ്മെ ദൈവം പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഭാഗമാണിത്. കൂട് പൊളിച്ച് വളരെ ഉയരത്തിൽ നിന്ന് താഴോട്ട് തള്ളിയിട്ട് പറക്കുവാൻ സ്തോത്രം പഠിപ്പിക്കുന്ന ഒരു കഴുകനെ ഉപമിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. പറക്കുവാൻ ബലമില്ലാത്ത ചിറകുമായി തളർന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട് തല കീഴായി മറിഞ്ഞ് പാറയിലടിച്ച് ചാകുമെന്ന നിലയിലേക്കാകുമ്പോൾ മീതെ പറക്കുന്ന പരുന്ത് ചിറക് വിരിച്ച് രക്ഷപ്പെടുത്തുന്നതായി കാണാം. വീണ്ടും ആ ചിറകിൽ വഹിച്ച് എവിടെ നിന്നാണോ വീണത് അതേ ഉയരങ്ങളിലേക്ക് വഹിച്ചു കൊണ്ടുപോകുന്നു. സ്തോത്രം. കഴുകനെക്കുറിച്ച് പഠിക്കുമ്പോൾ വളരെ വ്യക്തമായി ചില പാഠങ്ങൾ കർത്താവും നമ്മെ അതിൽ കൂടെ പഠിപ്പിക്കുന്നതായി കാണാം. കാരണം അതിലും ഉയരങ്ങളിലേക്ക് പറക്കുവാനാണ് ഈ ട്രെയിനിങ്, ഈ പരിശീലനം. സ്തോത്രം. അത് പിന്നത്തേതിൽ ആ കഴുകൻ കുഞ്ഞ് മനസ്സിലാക്കുന്നതായി കാണാം. ദൈവം തൻ്റെ ജനത്തെ എങ്ങനെ നടത്തുന്നു എന്ന് ഇതിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാനാകും. പരുന്തിനെക്കുറിച്ച് അല്ലെങ്കിൽ കഴുകനെക്കുറിച്ച് സവിശേഷപരമായ കാര്യങ്ങൾ വിശ്വാസികളോട് ബന്ധപ്പെട്ട് തിരുവെഴുത്തു നമ്മെ പഠിപ്പിക്കുന്നതായി കാണാം. ഒന്നാമതായി ആ പരുന്തിൻ്റെ, ആ കഴുകൻ്റെ ദൂരക്കാഴ്ചയും ലക്ഷ്യവും. സ്തോത്രം. 5 കിലോമീറ്റർ അകലെ നിന്നുപോലും ഇരയെ സസൂക്ഷ്മം കാണാനുള്ള സൂക്ഷ്മ ദൃഷ്ടി ഈ പക്ഷിക്കുണ്ട്. ലക്ഷ്യത്തിലേക്ക് ഊളിയിട്ടിറങ്ങി ചാടി വീണ് ഇരയെ കീഴ്പ്പെടുത്തുവാനും കഴിയും. സ്തോത്രം. ഹോശേയ പ്രവാചകൻ്റെ പുസ്തകം 8:1 ഹബക്കുക്കിൻ്റെ പ്രവാചകൻ്റെ പുസ്തകം 1:8 വളരെ വ്യക്തമായി വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നു. അങ്ങനെ നാം പരുന്തിനെ പോലെ ദൂരക്കാഴ്ചയും ലക്ഷ്യബോധവുമുള്ള വ്യക്തികളായി തീരണം. 2, വലിയ ചിറകും വേഗതയും. സ്തോത്രം. നാം വളരെ വ്യക്തമായി മനസ്സിലാക്കുവാനുള്ളത് വിശുദ്ധ തിരുവെഴുത്തിൽ യഹോവയായ ദൈവം തന്നെ ഈ തള്ളക്കഴുകനോട് ഉപമിച്ചാണ് പറയുന്നതെന്ന് ഓർക്കുക. സ്തോത്രം. ആ തള്ളക്കഴുകൻ നമ്മെ പഠിപ്പിക്കുകയാണ് നമ്മുടെ കാഴ്ച എങ്ങനെയായിരിക്കണമെന്നും ലക്ഷ്യബോധം എങ്ങനെയായിരിക്കണമെന്നും. സ്തോത്രം. നാം എങ്ങനെയാണ് ഉയരങ്ങളിലേക്ക് എത്തണമെന്നും അതിനിടയ്ക്ക് വരുന്ന പ്രതികൂലങ്ങളെ എങ്ങനെ തരണം ചെയ്യണമെന്നുമൊക്കെ ആ തള്ളക്കഴുകൻ കുഞ്ഞു കഴുകനെ പഠിപ്പിക്കുന്നത് പോലെ തന്നെ ദൈവം തൻ്റെ മക്കളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. 2, വലിയ ചിറകും വേഗതയും. സ്തോത്രം. 2 വലിയ ചിറകുള്ളത് കൊണ്ട് വെളിപ്പാട് 12:14 വായിക്കുവാൻ കഴിയുന്നു. വളരെ ഉയരത്തിൽ പറക്കുവാനും വേഗത്തിൽ പറക്കാനും സാധിക്കുന്നു. സ്തോത്രം. 3, ഉയർന്നു പറക്കുവാനിടയാകുന്നു. ഉയരങ്ങളിൽ കൂടുവയ്ക്കുന്നു.
കഴുകൻ കുരുവികളെപ്പോലെയുള്ള ചെറിയ തരം പക്ഷികളോടൊപ്പം പറക്കാറില്ല. നഹും 1:4 ഈ വാക്യത്തിലൂടെ മറ്റു പക്ഷികളിൽ നിന്ന് തികച്ചും എല്ലാം കൊണ്ടും വ്യത്യസ്തത പുലർത്തുന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഉയരത്തിൽ പറക്കുകയും കൂട് കൂട്ടുകയും ചെയ്യുന്ന പക്ഷിയാണ് കഴുകനെന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുന്നു. 4-മതായി യൗവനം പുതുക്കുന്നതായി കാണാം. സ്തോത്രം. 40 വയസ്സാണ് ഒരു സാധാരണ കഴുകൻ്റെ ആയുസ്. അപ്പോഴേക്കും തൂക്കം കൂടിയ തൂവലുകളും കൂർത്തു വളഞ്ഞ ചുണ്ടുകളും ബലഹീനമായ നഖങ്ങളുമായി വചനത്തിൽ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് 1 പരുന്തിൻ്റെ ദൂരക്കാഴ്ചയും ലക്ഷ്യവും, 2 വലിയ ചിറകും വേഗതയും, 3 ഉയർന്നു പറക്കുന്ന സ്തോത്രം പക്ഷിയെക്കുറിച്ച് വായിക്കാം, 4 യൗവനം പുതുക്കുന്നതായി കാണാം. സ്തോത്രം. കർത്താവിൻ്റെ വചനം പറയുന്നത് പോലെ യൗവനം കഴുകനെ പോലെ പുതിയ വരണമെന്ന് കർത്താവിൻ്റെ വചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നതായി കാണാം. സ്തോത്രം. പറഞ്ഞു വന്ന കാര്യം, ഹല്ലേലൂയ, ആ കഴുകൻ്റെ ആയുസ് 40 വയസ്സാകുമ്പോൾ അപ്പോഴേക്കും തൂക്കം കൂടിയ തൂവലുകൾ, കൂർത്തു വളഞ്ഞ ചുണ്ടുകൾ, ബലഹീനമായ നഖങ്ങളുമായി മരണം മുമ്പിൽ കാണും. ആ സമയത്ത് പാറപ്പിളർപ്പിലോ ഉയർന്ന സ്ഥലങ്ങളിലോ പോയി സ്തോത്രം 4 മാസത്തോളം പട്ടിണിയിരുന്ന് പഴയ തൂവലുകൾ കൊത്തിപ്പറിച്ചും ചുണ്ടുകൾ ഉരസിയും ശക്തി പുതുക്കുന്നതായി കാണാം. സ്തോത്രം. അങ്ങനെ അത് വീണ്ടും ജീവിക്കുവാൻ യൗവനം പുതുക്കുന്നു. അതാണ് കർത്താവിൻ്റെ വചനം വിളിച്ചു പറയുന്നത്, യൗവനം കഴുകനെ പോലെ പുതുകി വരണമെന്ന്. 5-മതായി പ്രതിസന്ധികളെ അനുകൂലമാക്കുന്നു. കൊടുങ്കാറ്റിനെയും പെരുമാരി സ്തോത്രം വലിയ കൊടുങ്കാറ്റും പെരുമാരിയും വരുമ്പോൾ ഭയപ്പെടാതെ കൊടുങ്കാറ്റിനോടൊപ്പം പറന്നുല്ലസിച്ചും മഴമേഘങ്ങൾക്കു മുകളിൽ പറന്നും വെല്ലുവിളികളെ അതിജീവിക്കുന്ന ആ കഴുകൻ്റെ, ആ പരുന്തിൻ്റെ ജീവിതം ദൈവ മക്കൾക്ക് ഒത്തിരി പാഠങ്ങൾ നൽകുന്ന ഭാഗമാണ്. ദൂരക്കാഴ്ചയുള്ളവരായി, ലക്ഷ്യം തെറ്റാതെ, വേഗത കുറയാതെ, പ്രതിസന്ധികളിൽ തളരാതെ, ആത്മശക്തിയാൽ യൗവനം നമുക്ക് ശക്തിപ്പെടുത്തി സ്തോത്രം ആത്മശക്തിയാൽ യൗവനം പുതുക്കിക്കൊണ്ട് ദൈവസന്നിധിയിൽ മുന്നേറുവാൻ സർവകൃപാലുവായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. സ്തോത്രം. സ്തോത്രം. അബ്ദുൽ കലാം ഒരു ബുക്കിൽ പറഞ്ഞേക്കുന്നത്, എല്ലാ പക്ഷികളും മഴമേഘങ്ങൾ കാണുമ്പോൾ കൂടുകളിൽ ഒളിക്കുന്നു, എന്നാൽ പരുന്ത് മഴമേഘങ്ങൾക്കു മീതെ പറക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, നാം ദൈവജനമാകുമ്പോൾ പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ സ്തോത്രം ഒക്കെ നമ്മുടെ ജീവിതത്തിൽ തരണം ചെയ്യേണ്ടി വരുമ്പോൾ അതിന്മീതെ പറക്കുവാൻ, അത് തരണം ചെയ്ത് സ്തോത്രം ദൈവസന്നിധിയിൽ ആശ്രയിച്ച് പ്രതിസന്ധികളെ അനുകൂലമാക്കുന്ന ക്രിസ്തുവിൽ ഉറച്ചു നിന്നുകൊണ്ട് സ്തോത്രം കൊടുങ്കാറ്റിനെയും പേമാരിയെയും ഭയപ്പെടാതെ കൊടുങ്കാറ്റിനോടൊപ്പം പറന്നുല്ലസിച്ച് നടക്കുവാൻ, മഴമേഘങ്ങൾക്ക് മുകളിൽ പറന്നും വെല്ലുവിളികളെ അതിജീവിക്കുന്ന പരുന്തിൻ്റെ ജീവിതം പോലെ ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായിട്ട് പിടിച്ചു നിൽക്കുവാനുള്ള പ്രത്യേക ഒരു അഭിഷേകത്തിൻ്റെ ശക്തി ഈ കാലഘട്ടത്തിൽ പ്രാപിക്കുവാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ. ആർക്കൊക്കെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ സാധിക്കും? കർത്താവേ, എൻ്റെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികൾ, എൻ്റെ ജീവിതത്തിൽ വരുന്ന ഹല്ലേലൂയ ബുദ്ധിമുട്ടുകൾ, നിരാശകൾ, ഒറ്റപ്പെടുത്തലുകൾ, മാറ്റി നിർത്തുന്ന അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ കർത്താവെ, എനിക്ക് പിടിച്ചു നിൽക്കുവാനുള്ള പ്രത്യേക ഒരു അഭിഷേകത്തിൻ്റെ ശക്തി കർത്താവ് ഇന്ന് പകൽക്കാലം നൽകുമാറാകണേ എന്ന് ആർക്കൊക്കെ ഇന്ന് പ്രാർത്ഥിക്കുവാൻ സാധിക്കും. കർത്താവിൻ്റെ വചനം പറയുന്നു, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ സ്തോത്ര അത് 29-30 വാക്യങ്ങളിൽ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി
നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. അത് കഴിഞ്ഞുള്ള വാക്യമാണ്, ബാല്യക്കാർ ക്ഷീണിച്ചു തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ. മറ്റു പക്ഷികളൊക്കെ അങ്ങനെ ഹല്ലേലൂയ കാറ്റത്തും മഴയത്തും എല്ലാവരും അഭയം പ്രാപിച്ച് മാറിയിരിക്കുമ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ ഏത് പ്രതികൂലത്തിലും തരണം ചെയ്യുവാൻ ഹല്ലേലൂയ യഹോവയെ കാത്തിരിക്കുന്ന ആ കഴുകന്മാരെ പോലെയുള്ള ഹല്ലേലൂയ ആ കഴുകൻ എന്ന പക്ഷിയെ പോലെ ഉപമിച്ച് കർത്താവ് പറഞ്ഞിരിക്കുന്നത് പോലെ അതുപോലെ നാം ചിറകടിച്ചു കയറേണ്ടവരാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, നീ കർത്താവിൻ്റെ സന്നിധിയിൽ നീ വെയിറ്റ് ചെയ്യുമോ? അതിന് മധ്യ ദൈവം ഇറങ്ങി വരും. കർത്താവിൻ്റെ സന്നിധിയിൽ ശക്തി പുതുക്കാൻ നീ റെഡിയാണോ? നിന്റെ ശാരീരികമായ അസ്വസ്ഥതകൾ നീ നോക്കണ്ട, ഇന്നത്തെ സാഹചര്യം നീ നോക്കണ്ട കേട്ടോ, പ്രതികൂലങ്ങൾ നീ നോക്കണ്ട, പ്രതിസന്ധികളെ നോക്കണ്ട. പലപ്പോഴും നിന്നെ വിധി എഴുതിയില്ലേ, നീ അങ്ങനെ പോകത്തുള്ളൂ. ഹല്ലേലൂയ, നിന്റെ ജീവിതം അങ്ങനെയായി. നീ ഏകയായി പോവും. നിന്നിൽ ഹല്ലേലൂയ ഒന്നിലും നീ സന്തോഷിക്കാൻ നിനക്ക് പറ്റത്തില്ല എന്ന് മാറ്റി നിർത്തുമ്പോൾ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഇത് നന്മയ്ക്കായി ഒരു അടയാളമാണെന്ന്. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുന്നു. നീ ഹല്ലേലൂയ നിന്റെ ശക്തിയെ നീ ഒന്ന് പുതുക്കിക്കേ. ഹല്ലേലൂയ കഴുകന്മാർ പോലെ ചിറകടിച്ചു കയറും. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഹല്ലേലൂയ കാത്തിരുന്ന് ശക്തിയെ പുതുക്കി കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറുവാൻ ഹല്ലേലൂയ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. എൻ്റെ കർത്താവ് തരുന്ന അവസരങ്ങൾ പാഴാക്കി കളയല്ല് കേട്ടോ. ദൈവത്തിൽ ഉപവസിക്കുവാൻ അവസരമുള്ളവർക്ക് ഉപവസിക്കുക, പ്രാർത്ഥിക്കുവാൻ സമയം കിട്ടുമ്പോൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക, ദൈവസന്നിധിയിൽ നിൽക്കുവാൻ ഇടവരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്